ഗടികളെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവിച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസിഫ് അലി പ്രധാന കഥാപാത്രമായി എത്തുന്ന രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നും പറയാതെ തന്നെ നേരെ റിവ്യൂലോട്ട് കിടക്കാം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ഈ വർഷം ഇറങ്ങുന്ന ഒരു രണ്ടാമത്തെ ത്രില്ലർ സിനിമ എന്ന് തന്നെ വേണം പറയാനായിട്ട്. മലയാളത്തിൽ നമ്മൾ ആദ്യം ഇറങ്ങിയ സിനിമ ഐഡൻറ്റിറ്റി നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ സിനിമയുടെ ഒരു ടൈലൈൻ എന്ന് തന്നെ ഒരു ആൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, അങ്ങനെ തന്നെയാണെന്നാണ് തമിഴിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, അതായത് മമ്മൂട്ടിയുടെ കഥോട് കാതോരം എന്ന് പറയുന്ന സിനിമ സെറ്റിൽ വെച്ച് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ സിനിമ കാണുന്നത്. ട്രെയിലർ കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നതാണ്. സോ ഈ സിനിമയെ പറ്റി പറയാൻ ഒറ്റ വാക്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റുകയാണ്, ജസ്റ്റ് ഒരു ആവറേജ്, എൻ്റെ ഒരു എബവ് ആവറേജ് സിനിമ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സിനിമയ്ക്കൊരു ബേസിക് ത്രെഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു കഥയുണ്ട്. ആ ഒരു കഥയെ തന്നെ ഒരുപാട് പുതുമകളൊന്നും ഇല്ലാതെ ഒറ്റ ലൈനിൽ അധികം നമ്മളെ തല പൊക്കുന്ന ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ സിമ്പിളായിട്ട് ഈ സിനിമ പോവും, സിമ്പിളായിട്ട് ഈ സിനിമ തീരും. അങ്ങനെ ഒരു സിനിമയാണ് രേഖാചിത്രം എന്ന് പറയുന്ന ഈ സിനിമ. അതിലിപ്പോൾ പറയുകയാണെങ്കിൽ നല്ല നല്ല പെർഫോമൻസുകളുണ്ട്. അനശ്വര രാജിൻ്റെ ആയാലും ആസിഫ് അലിയുടെ ആയാലും. എനിക്ക് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അനശ്വര രാജ് എന്ന് പറയുന്ന ആക്ട്രസ് നല്ലൊരു ആക്ട്രസ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ ജനറേഷനിലെ ഒരു അടിപൊളി ആക്ട്രസ് തന്നെയാണ്. ആൾ കുറേ സിനിമകളിൽ ഫ്ലാഷ് ബാക്കിൽ മാത്രം വന്ന് അഭിനയിച്ചു പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ബ്രൗസിലർ, പിന്നെ പ്രണയവിലാസം, അങ്ങനത്തെ കുറച്ച് സിനിമകൾ ഇതിലും അങ്ങനെ തന്നെയാണ്. പഴയ കാലഘട്ടത്തിൽ മാത്രം വന്ന് അഭിനയിച്ചു പോകുന്നൊരു നടി ആയിട്ട് എന്തുകൊണ്ട് ആ നടി മാറുന്നു. എന്നാലും ഗുരുവായൂരമ്പല നടകളിലൊക്കെ അതിൽ കൂടുതലായിട്ട് ആ നടിയെ എന്തുകൊണ്ട് ഡയറക്ടേഴ്സ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ് പറയാനായിട്ട്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ സ്വന്തം ആസിഫ് അലി. ആളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്തുകൊണ്ടും ബെറ്ററാണ്. കാരണം കഴിഞ്ഞ വർഷം ആളെ സംബന്ധിച്ചൊരു ഗുഡ് ഇയർ ആയിരുന്നു. ലെവൽ ക്രോസ്, അതുപോലെ തന്നെ അഡിയോസ് അമിഗോ, തലവൻ, നമ്മുടെ കിഷ്കിണ്ടാകാന്ഡം, ഇത്ര നല്ല നല്ല സിനിമകൾ ആസിഫ് അലി നമുക്ക് സമ്മാനിച്ചു. അതൊന്നും വെച്ച് നോക്കുമ്പോൾ രേഖാചിത്രം പേഴ്സണലി ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് വേണം പറയാനായിട്ട്. കാരണം കുറച്ച് വാവ് മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ, അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. കാരണം പടത്തിൽ നമ്മൾ പ്രതീക്ഷയും എടുത്തൊക്കെ വെച്ചിരിക്കുന്ന കുറച്ച് വാവ് മൊമെൻറ്റ്സ് ഉണ്ട്. മറ്റേ മമ്മൂട്ടിയുടെ അത് നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഒരു സ്പോയിലർ തരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് വാവ് മൊമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ. അത് അല്ലാതെ കുറേയധികം ലെജൻസ് ഉണ്ട് സിനിമയിൽ. നമ്മുടെ കമൽ സാറായിക്കോട്ടെ, അതുപോലെ തന്നെ സിദ്ദിഖ്, അങ്ങനെ ജഗദീഷ് ഏട്ടൻ, അങ്ങനെ കുറേ പേര് നമുക്ക് ഇഷ്ടമുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അവർ തന്നെ അത്യാവശ്യം നല്ല നല്ല റോൾ. കമൽ സാറൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ. ഞാൻ വേറൊരു കാര്യം ഒരു ഇതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ സിനിമ കണ്ടത് കൊടുങ്ങല്ലൂർ ലക്ഷ്മി സിനിമാസിലാണ്. അതിൻ്റെ പുറത്ത് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ പോയവർക്ക് അറിയാം. അതിൻ്റെ ഇൻറ്റീരിയർ വർക്കിനെ പറ്റിയിട്ടാണെങ്കിൽ ഓരോ സിനിമകളെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിലെ കുറേ കാര്യങ്ങൾ തന്നെ അവിടെ ഞാൻ സിനിമ തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എത്തിയ കാരണം ഇങ്ങനെ ഓരോന്നിരുന്ന് വായിക്കാനുണ്ടായിരുന്നത്. അതിലുള്ള കുറേ കാര്യങ്ങൾ തന്നെ ഇതിലും കണ്ടപ്പോൾ ഭയങ്കര ഒരു ഉള്ളിലൊരു ക്യൂരിയോസിറ്റി, അങ്ങനത്തെ ഒരു ഇത്, എന്താ പറയുക, നമ്മൾ ഇപ്പം തന്നെ വായിച്ച് കയറിയൊരു സാധനം അപ്പോൾ തന്നെ സ്ക്രീനിൽ കാണാമെന്നൊക്കെ പറയില്ലേ, അതേ കാര്യങ്ങൾ തന്നെ അങ്ങനെ കാണുമ്പോഴുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. ലക്ഷ്മി തിയേറ്റർ കണ്ടവർക്ക് അറിയാം. ആ തിയേറ്ററിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നമ്മൾ രേഖാചിത്രം പറയാൻ വന്നിട്ട് ഇപ്പോൾ ലക്ഷ്മി തിയേറ്റർ വരെയായി. എടുത്തു പറയേണ്ട പേരുകൾ: ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ, ജോഫിൻ ടി ചാക്കോ. നമ്മുടെ മമ്മൂക്കയുടെ പ്രീസ്റ്റ് സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സിനിമയാണ് മമ്മൂക്കയുടെ പ്രീസ്റ്റ്. മമ്മൂക്ക ഈ സിനിമയ്ക്കൊരു പ്രത്യേക ഇതുണ്ട് മമ്മൂക്കയുടെ. പിന്നെ സ്ക്രീൻ പ്ലേ ബൈ ജോൺ മാന്ത്രിക്കൽ ആൻഡ് രാമു സുനിൽ, രണ്ടുപേരാണ്. സ്ക്രീൻ പ്ലേ കുറച്ച് ഗ്രിപ്പിയാണ് സ്ക്രീൻ പ്ലേ, നമ്മളെ പിടിച്ചിരുത്താൻ ഈ ഒരു ബേസിക് ത്രെഡ് വെച്ചിട്ട് തന്നെ ത്രൂ ഔട്ട് നമ്മൾ പിടിച്ചിരുത്തണമെങ്കിൽ സ്ക്രീൻ പ്ലേയിൽ അവളെ ഈ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ് രാമു സുനിൽ. ആൾ തന്നെയാണ് സ്റ്റോറി ചെയ്തിരിക്കുന്നത്. സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇപ്പോൾ നടക്കുന്ന സമയത്ത് അന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നതാണ്. ആൾട്ടർനേറ്റീവ് എന്തോ പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല, അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആൾട്ടർനേറ്റീവ് ഇങ്ങനെ ഈ സംഭവം ഇതാണ് പോസ്റ്ററിൽ നിന്ന് കിട്ടിയത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ അപ്പു പ്രഭാകർ, അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക് ബൈ മുജീബ് മജീദ്, മാൻ. നമ്മുടെ കിഷ്കിന്ധാകാന്ഡത്തിലെ ബ്രോ സ്റ്റീൽ ദ ഷോ എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു പുള്ളിയുടെ സംഭവം. എവിടെയൊക്കെ ഡൗൺ ആവുന്നോ അവിടെ വന്ന് മ്യൂസിക് കയറി കൊളുത്തും. അമ്മാതിരി തന്നെ. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു സിനിമയുടെ മ്യൂസിക് ആയിരുന്നു. പിന്നെയാണ് മനസ്സിലായത്
മുജീബ് മജീദാണെന്ന്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കൊരു വട്ടം വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം എന്നുള്ളൊരു അഭിപ്രായമാണ് രേഖാചിത്രം. എനിക്ക് ഐഡൻറ്റിറ്റിയാണ് കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം നല്ല ത്രില്ലിംഗ് ആയിട്ടും നല്ല എൻഗേജിങ് ആയിട്ട് സീറ്റ് അടിച്ച് ത്രില്ലറായിട്ടും പോകുന്നുണ്ട്. രേഖാചിത്രം കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് മൂവി ഇൻ മൈ ഒപ്പീനിയൻ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമ എന്ന് പറയുമ്പോൾ പരീക്ഷ കാര്യങ്ങളൊക്കെയാണ്, എന്നാലും നമ്മൾ പ്രാവിൻകൂട് ഷാപ്പായിരിക്കും മിക്കവാറും അടുത്തത് കാണാൻ ചാൻസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, അതുപോലെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. സോ ഏതെങ്കിലും സിനിമ കണ്ടുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ റിവ്യൂ ആയിട്ട് വരുന്നത് വരെ അണ്ടിൽ ദെൻ ബൈ.